അപ്പം അങ്ങനെ വീണ്ടും അടുത്തൊരു വീക്കെൻഡ് ആയിരിക്കുകയാണ്. ശനിയാഴ്ച വൈകിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് പുറത്ത്. അപ്പം ഇന്ന് ഗ്യൂതോൺ കഴിക്കാൻ പോകുന്ന വിചാരിച്ചിട്ട്. ഗ്യൂതോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് ബൗൾ അല്ല റൈസ് ബൗളിൽ ബീഫ് ഇട്ടതാണ് കേട്ടോ ഗ്യൂതോൺ. അപ്പോൾ സൂക്കി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, പിന്നെ കുറേ അത്യാവശ്യം വലിയൊരു ചെയിനാണ് കേട്ടോ. ഏകദേശം ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ റേഡിയസിൽ ഓരോന്ന് വെച്ച് കാണാൻ പറ്റുമായിരിക്കും സൂക്കിയ. ഞാൻ പോണ വഴിക്കും ജോലിക്ക് പോകുന്ന സമയത്ത് കാണാറുണ്ട്. നമ്മളൊരു ബീഫ് ബൗൾ തന്നെ ഗ്യൂതോണാണ് ഓർഡർ ചെയ്തത്. ഓർഡർ എടുക്കാൻ വെയിറ്ററൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ടാബ് ഉണ്ടാവും, എടുക്കുന്നു, നമ്മളത് ഇംഗ്ലീഷിലേക്ക് ഇട്ടു. ജാപ്പനീസ് നമുക്ക് കാഞ്ചിയൊന്നും വലിയ വശമില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷിലിട്ട് ഓർഡർ ചെയ്തു. ഏകദേശം ഒരു 5 മിനിറ്റുള്ള സാധനം വന്നു. അപ്പോൾ ഇതാണ്, കുഴപ്പമില്ല, അടിപൊളിയാണ്. ഞങ്ങളത് ആദ്യമായിട്ട് കഴിക്കണത്, ഞങ്ങൾ ആ സ്കൂളിൽ 1 മാസം ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ദിവസം നമ്മുടെ ഇവിടുത്തെ റിസീവിങ് ഓർഗനൈസേഷനിൽ പുള്ളിക്കാരത്തെയാണ് ഞങ്ങളെ കമ്പനിയിലാക്കാൻ വന്നത്. പുള്ളിക്കാരത്തിൽ കൂടെ പോയിട്ടാണ് ആദ്യം ഗ്യൂതോൺ കഴിച്ചത്. അപ്പോൾ തന്നെ ഇഷ്ടമായി, അടിപൊളി സാധനം. പിന്നെ ഒരു പോർഷൻ ബീഫ് എക്സ്ട്രാ മേടിച്ചായിരുന്നു കേട്ടോ. കമ്പാരിറ്റീവ്ലി വലിയ റേറ്റ് എന്ന് പറയാനില്ല, 2 ആൾ കൂടി 2000 തന്നെയാണ് ആയത്. നാട്ടിൽ ഏകദേശം ഒരു 1000 രൂപ. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ പേയ്മെൻറ്റ് ചെയ്തു. ഇതാണ് പേയ്മെൻറ്റ്. ഓൾമോസ്റ്റ് എല്ലാ കടയിലേക്കും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ തന്നെ പൈസ മേടിക്കുന്ന